Hi guys, welcome back to this creation. It's me, Safan Muhammad. Where are you? അപ്പം നമ്മൾ വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ ടിക്ടോക്കിലൊക്കെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സോങ് ഉണ്ട്, മണിച്ചാട്ടന്റെ സോങ്. എന്താ പേര്? ലിറിക്സ് അറിയില്ല, അതിന്റെ ലിറിക്സ് അറിയില്ല, അതുകൊണ്ടാണ് നമ്മൾ മൂളി നിൽക്കുന്നത്. അപ്പൊ അതിന്റെ വെറും 4 സ്റ്റെപ്സ് ഉണ്ട്. ആ 4 സ്റ്റെപ്പ് നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. 1 2 ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. 1 2. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് 1 2 3 സ്റ്റാർട്ട്. 1 2. നെക്സ്റ്റ് 1 and 2. Okay, next step. 1 2 3 start. 1 2 3 4. Next. 1 2 3 start. 1 2 3 4. First step. 1 2 3 start. 1 and 2. ഇതെങ്ങനെ കളിക്കുന്ന വെച്ചാൽ നമ്മുടെ രണ്ട് ഹാൻഡും നമ്മുടെ റൈറ്റ് സൈഡിൽ കേട്ടോ 1 1 1. ഓക്കെ, മീൻസ് റൈറ്റ് ഹാൻഡ് ജസ്റ്റ് ഒന്ന് ഡൗൺ, അതേപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് ഡൗൺ. ഓക്കെ, ഡൗൺ ഡൗൺ ഡൗൺ. 1 and 2. ഫസ്റ്റ് 1 and 2. അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പ് കളിക്കുന്ന ടൈമിൽ ലെഗിന്റെ പ്രോസസ്സിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 and 2. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പിൽ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ 1. ഓക്കെ, നമ്മുടെ രണ്ട് ഹാൻഡും ജസ്റ്റ് ഡൗൺ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ റൈറ്റ് ലെഗ് ജസ്റ്റ് ഒന്ന് ലീഡ് വെച്ച് പുഷ് ചെയ്യാം. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. 1. ഓക്കെ, എന്നിട്ട് അതിന് കണ്ടിന്യൂറ്റി ആയിട്ട് 2. അയച്ചാൽ റൈറ്റ് ഹാൻഡ് ജസ്റ്റ് ഡൗൺ, അപ് ടു ഡൗൺ, മുകളിൽ താഴത്തോട്ട് വലിക്കുന്ന ടൈമിൽ നമ്മുടെ ലെഫ്റ്റ് ലെഗ് ഒന്ന് ജസ്റ്റ് ഹീൽ വെച്ചിട്ട് പുഷ് ചെയ്യാം. 1 ഓക്കെ, അപ്പോൾ അത് സെയിം ആയിട്ട് ഒപ്പം കൂടെ കളിക്കുന്ന ടൈമിൽ 1 2 3 സ്റ്റാർട്ട്. 1 and 2. ഓക്കെ, ഇങ്ങനെ എനിക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് കളിക്കേണ്ടത് മീൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ ഏകദേശം ഇങ്ങനെ ആയിരിക്കും. നമ്മുടെ റൈറ്റ് ലെഗ് കുറച്ച് ബാക്കിലും ലെഫ്റ്റ് ലെഗ് കുറച്ച് ഫ്രണ്ടിലായിട്ടും ഉണ്ടാവുക. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ചിട്ട് 1. ഓക്കെ, 1. ആ 1 അടിക്കുന്ന ടൈമിൽ ഈ റൈറ്റ് ലെഗ് ജസ്റ്റ് ഫ്രണ്ടിലോട്ടും അതേപോലെ തന്നെ ലെഫ്റ്റ് ലെഗ് കുറച്ച് പിറകിലോട്ട് കൊടുക്കണം. എന്നിട്ട് 1 2. ഓക്കെ, ജസ്റ്റ് ഒരു മൂവിങ് 1 2 3 സ്റ്റാർട്ട്. 1 and 2. കുറച്ചുകൂടി സ്റ്റൈലായിട്ട് കളിക്കുന്നത് 1 2 3 സ്റ്റാർട്ട്. 1 2. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇവിടെ തന്നെ കളിക്കുന്നത് 1 2 3 സ്റ്റാർട്ട്. 1 and 2. സ്റ്റെപ്പ് കളിക്കുന്ന ടൈമിൽ ഫ്രീ സ്റ്റൈൽ ആണ്. സ്റ്റെപ്പ് ഒരുപാട് പലയിടത്തും കണ്ട് പരിചയമുണ്ടാവും. മീൻസ് നമ്മുടെ റൈറ്റ് ഇങ്ങനെ പൊസിഷൻ ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ റൈറ്റ് ലെഗ് ജസ്റ്റ് ഒന്ന് 1. ആ ടൈമിൽ ലെഫ്റ്റ് ലെഗ് ജസ്റ്റ് പിറകോട്ട് വെച്ചു കൊടുക്കും. ഓക്കെ, ആൻഡ് 2. നമ്മുടെ പഴയ പൊസിഷനിലൂടെ തന്നെ ഇതിന് ശേഷം വീണ്ടും ആ സ്റ്റെപ്പ് റിപ്പീറ്റേഷൻ. ജസ്റ്റ് 1 and 2. ഓക്കെ, ആ ടൈമിൽ നമ്മുടെ ഹാൻഡ് ഒന്ന് ജസ്റ്റ് 1 and 2. ഓക്കെ, സൈഡ് ടു സൈഡ് ഓപ്പൺ ആയിക്കോട്ടെ. 1 and 2. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. 1 2 3 4. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. 1 2 3 സ്റ്റാർട്ട്. 1 2 3 4. ഇത് ജസ്റ്റ് ഒരു നടത്തം തന്നെയാണ്, ജസ്റ്റ് ഒരു വാക്കിംഗ് ആണ്. പക്ഷെ സ്റ്റൈലാക്കി കളിക്കുന്ന ടൈമിൽ 1 അടിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇരുന്ന് കൊടുക്കുക, ചെറിയൊരു മൂവ്മെന്റ് ഡൗൺ ആയിട്ട്. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. 1 2. ഓക്കെ, 1നും 2നും ചെറിയൊരു മൂവ്മെന്റ് മീൻസ് താഴ്ന്നു ജസ്റ്റ് ഈ വാക്കിംഗ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇരുന്ന് കൊടുക്കുക. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. 1 2 ആണോ, 1നും 2നും ജസ്റ്റ് ഒന്ന് ഡൗൺ ചെയ്ത് കൊടുക്കുക. അതേമാതിരി തന്നെ 3 4 ബാക്കോട്ട് അടിക്കുമ്പോഴും ഡൗൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. 1 2 3 4. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് ഒരു ഫ്രീ സ്റ്റൈൽ സ്റ്റെപ്പാണ്. മീൻസ് 1 2 3 4. ടിക്ടോക്കിൽ കളിക്കാൻ വേണ്ടി പലതാര സെക്കൻഡ് ദിവസമാണ്.
കൊടുക്കുവാതിന്റെ കൊടുക്ക് പൊട്ടിട്ട് തകമ്മേ നിന്നെ കടത്തിന്റെ മുന്നിൽ കളിച്ചിട്ടാണ് തകമ്മേ ആ അപ്പം ഈ സോങ്ങിന്റെ ഒപ്പം കളിക്കുന്നത് വീഡിയോ നമ്മള് വീഡിയോന്റെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഗൈസ് ഒരു 4 സ്റ്റെപ്പാണ് നമ്മൾ നോക്കിയത്, വെറും 4 സ്റ്റെപ്പ്. അപ്പം ഇതെന്താ പറയുക, ഫ്രീ സ്റ്റൈൽ സ്റ്റെപ്പാണ്. നമുക്ക് എന്താ പറയുക, സ്റ്റെപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ടിക്ടോക്കിലൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ടിക്ടോക്കിൽ ഈ സോങ് അത്യാവശ്യം കുഴപ്പമില്ലാതെ കളിക്കുന്നുണ്ട്. അപ്പം ഇത് വേണമെങ്കിൽ ഫോളോ ചെയ്യാം. അപ്പോൾ അത് ജസ്റ്റ് എന്താ പറയുക, ഒരു ഫ്രീ സ്റ്റൈൽ ആക്കിയിട്ട് ഒരു ചെറുങ്ങനെ വീഡിയോ ചെയ്തെന്നുള്ളൂ. അപ്പോൾ എന്ത് ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് ചോദിക്കുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, വാട്സപ്പിൽ ചോദിച്ചാൽ മതി. ചോദിക്കുന്നവർക്ക് എനിക്കറിയാവുന്ന രൂപത്തിൽ ഞാൻ റീപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പം എന്താ പറയുക, ഇത് ഈ സ്റ്റെപ്പ് നമ്മൾ സീരിയസ് ആയിട്ട് ഒരു സ്റ്റാൻഡേർഡ് വെർഷൻ അല്ല, അത് നമ്മളൊരു എന്താ പറയുക ടിക്ടോക്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുങ്ങനെ ചെയ്തതാണ്. അപ്പം ഇഷ്ടപ്പെട്ടിക്കാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും